ഒരു ഓഡിയോ ലോഞ്ചും അതുപോലെ ട്രെയിലർ ലോഞ്ചും നടന്നില്ല. എനിക്ക് തോന്നുന്നു മാത്രം കുറച്ച് കൂടുതൽ ബ്രില്യൻസ് ഇന്ന് കാണിച്ചു വന്നു. കാരണം നമ്മുടെ ആക്ച്വൽ സിനിമയുടെ ഒരു ഫ്ലേവർ ഉള്ള സോങ്ങുകളല്ല ഇത് രണ്ടും വന്നിട്ടുള്ളത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലും മാത്രം ഒരു ബ്രില്യൻസ് ഇവിടെ വർക്ക് ചെയ്തോന്നൊരു ഡൗട്ട്. കാര്യം കൂടുതൽ ഒരു ആകാംക്ഷ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ട്രെയിലറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത് ഒരു ഹ്യൂമർ സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ട രണ്ട് സോങ്സും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സോങ്സ് ആണ്. ബ്രോ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. ജയശ്മി അടിപൊളിയായിരുന്നു കേട്ടോ. ആയിട്ടുള്ളൊരു സോങ് ആയിട്ടുണ്ടെന്നുള്ളത് ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് അഭിനയിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് വളരെ പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യും. അത്തരത്തിലുള്ളൊരു സിനിമയാണിത്. പ്രത്യേകിച്ച് മാർക്കുമായിട്ടുള്ളൊരു ബന്ധം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അപ്പം അങ്ങനൊരു പേഴ്സണൽ കണക്ഷൻ കൂടിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ആസ് ആൻ ആക്ടർ കുറെ നാളായിട്ട് വെട്ടുകുത്തും പേടിപ്പിക്കലും പിള്ളേരെ തല്ലിലും കണ്ണു ചുമപ്പിക്കലും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ക്യാരക്ടർ കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് മാർത്താണ്ഡനും ബിനു ശശിറാമും ഈ കഥ പറയാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ഫസ്റ്റ് ചെയ്തതിന് മാർത്തുവിനോടും ബിനുവിനോടുള്ള പ്രത്യേകം നന്ദി. ഒപ്പം മോഹൻ ചേട്ടൻ, താങ്ക് യു മോഹൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. മോഹൻ ചേട്ടൻ ഇന്നൊരു കഥ ബിനു പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത്രയ്ക്കും നിഷ്കളങ്കനാണ്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മോഹൻ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു ലൊക്കേഷനില്. കുറെ സമയം കഴിഞ്ഞ് ഉച്ചയാവുന്നതിന് മുൻപ് ബിനു മോഹൻചേട്ടനെ വിളിച്ചു. മോഹൻചേട്ടൻ എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോഹൻചേട്ടൻ പറഞ്ഞു, ഞാനും ഫാമിലിയോട് കുറച്ച് നാരങ്ങാവളം കുടിക്കാൻ വേണ്ടി കവലയിലോട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പൊ ബിനു പറഞ്ഞു, അയ്യോ നാരങ്ങാവളമൊക്കെ ചേട്ടൻ ഇവിടെ കിട്ടുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ സിനിമയിൽ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. ഒന്നും അറിഞ്ഞുകൂടെ മോഹൻചേട്ടന്. അവസാനം മോഹൻചേട്ടൻ എന്ന പ്രൊഡ്യൂസറാണ്, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് മാർത്താണ ബാക്കിയപ്പം പറഞ്ഞു. മാർത്താന്റെ സുഖം അറിയുള്ളൂ. പെട്ടെന്ന് ഷൂട്ടെല്ലാം പെട്ടെന്ന് അടിച്ചു തീർക്കും. അപ്പൊ മോഹൻചേട്ടൻ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ സിനിമ നല്ലൊരു സിനിമയാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു സ്പെഷ്യൽ പ്രയർ ഫോർ യു. മോഹൻചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാവും. കാരണം അത്രയധികം മോഹൻചേട്ടൻ വളരെ ഇന്നസെന്റ് ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നു. ഞങ്ങൾ എല്ലാവരും ടേക്ക് കെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. മാർത്താണ്ഡ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സോങ് ഇതിനപ്പുറമായിരിക്കും സിനിമ. നമ്മൾ ഈ പേഴ്സണൽ ബന്ധങ്ങളൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. അവർ കാണുന്നത്, അവർ മുടക്കുന്ന പൈസക്കൊപ്പമുള്ള ഒരു സിനിമ തിയേറ്ററിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഈ സിനിമയിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എത്ര നന്ദി പറഞ്ഞാല്. കാരണം ഒരുപാട് വലിയ ടൈറ്റിലുള്ള ആക്ടേഴ്സ് എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ചതിന് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്. ആ മാതാവ് ഉണ്ടെങ്കിൽ ഒരു സിനിമ ഗർഭന്ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ മാർത്താണ്ഡനെ ഇന്ന് പുണ്യവതിയായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും നല്ല വർക്ക്. ഇങ്ങനെ ഒരു ദിവസം കിട്ടൂല. അപ്പൊ എല്ലാവരും സിനിമാക്കാരനായിട്ടാണ്, പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജോണി എസപ്പ എന്ന് പറയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇറക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്ന ഫ്രാഞ്ചിയേട്ട ആൻഡ് സെയിന്റ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ വന്നപ്പോൾ അവിടെ എല്ലാം ലെജൻസ് ആയിരിക്കുന്നത്. മമ്മൂക്കയും വേണു സാറും അതുപോലെ തന്നെ രഞ്ജിത് സാറൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ്. അതിനുശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ആര് വേണം എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ രഞ്ജിത് സാറിന് എന്നറിയാമെങ്കിലും ആൻഡ്രൂ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മാർത്താണ്ഡനും കൂടി എന്നെ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സീറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏത് സിനിമ ലൊക്കേഷനിൽ ചെന്നാലും ഒരു സ്റ്റൂളോ ഒരു കട്ടൻ ചായ കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. അതിന് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. പിന്നെ പേഴ്സണലി സിനിമ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതിലും അതുപോലെ തന്നെ ഇവരിപ്പോ ഈ ഫാമിലി പെടുന്നവരല്ല. ഞങ്ങൾ ഈ രണ്ടാനമ്മയുടെ മക്കളെ പോലെ മാറി അയൽപക്കക്കാരാണ്. ഇവര് ഭയങ്കര കുറെ ഒരു ലോഡ് കണ്ണൂർക്കാര് ഉണ്ട് മാർത്താണ്ഡ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും. അപ്പുറത്ത് വലിയൊരു കൂട്ടുകുടുംബോ ആഘോഷവും. നിങ്ങൾ ഈ 3 പേര് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലേക്ക് ചെറുതായിട്ട് വലുതായി പോയി. അപ്പോ ഒരു 1000-ലൊക്കെ ഉള്ള ഒരു ഫാമിലി നമ്മളിങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ എനിക്ക് വർക്കുണ്ടെങ്കിൽ തടിയോർക്കും വർക്കില്ലെങ്കിൽ ശരി. ഞാൻ ഇതേപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്നെല്ലാവരും ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സിനിമ നമ്മൾ ലൊക്കേഷനിൽ പോയാൽ എല്ലാവർക്കും കാരവനിലിരിക്കും, മൊബൈലിൽ നോക്കും. ഈ ലൊക്കേഷനിൽ അങ്ങനെയല്ല. അവിടെ തട്ട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മരത്തിന്റെ കീഴിൽ കസേരക്കുള്ള തല്ല. അങ്ങനെ അതേ ആ ഒരു വൈബ് തന്നെയാണ് സിനിമയുടെ ഉള്ളിലുള്ളത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വേറൊരു ഫാമിലിയാണ്, അവർ വേറൊരു ഫാമിലിയാണ്. അത് കട്ട് പറയുന്നവരെ മാത്രം. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയായിരുന്നു. ഇത് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചത് മാർത്താണ്ഡ സാറാണ്. നമ്മൾ പാവാട അങ്ങനെ ഒരുപാട് വലിയ ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടർ എന്നുള്ള നിലയിലാണ് മാർത്താണ്ഡ സാറിന് അറിയോ. ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നിങ്ങൾ വേറൊരു ഫാമിലിയാണ്, എന്തായാലും അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി സാറിന്റെ ഒരു പടത്തിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് പറ്റാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ്. വലിയൊരു സക്സസ് ആണ്. എന്റെ കഴിഞ്ഞ പടം നല്ലൊരു ഹിറ്റായിരുന്നു വാഴ 2. അപ്പൊ അതേപോലെ തന്നെ ഈ പടം നല്ലൊരു ഹിറ്റ് ആവുന്നുള്ള പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, പ്രൊഡ്യൂസർക്കും, മ്യൂസിക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് മാർത്താണ്ഡ സാറിനോട് ഒരുപാട് നന്ദി. റൈറ്റർ പറഞ്ഞത് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും സിനിമ കണ്ടിട്ടുള്ള. കാരണം എല്ലാമായിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആണല്ലേ, സ്ഥിരം പരിപാടിയാണ്. പിന്നെ അശോകൻ ചേട്ടൻ എന്ന് പറയുന്ന അശോകൻ ചേട്ടൻ ശരിക്കും എന്റെ ബ്രദർ പോലെയുള്ള കാരണം മിമിക്രിയിലും സിനിമയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിൽ എനിക്ക് നല്ല വേഷം തന്നത്. പക്ഷെ ഇന്ന് എനിക്കൊരു ടിപ്പ് പറഞ്ഞു. ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ നോക്കാറുണ്ട്. അശോകൻ ചേട്ടൻ ഈയിടെയായിട്ട് ഭയങ്കര ഉഗ്ര ഡ്രസ്സിങ്. അപ്പൊ ഞാൻ ചോദിക്കും ഇത്ര ട്രെൻഡി ആയിട്ട് എങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, മോൻ ചോദിക്കും അച്ഛൻ എന്തിനാണ് ഈ പഴയത് കണ്ടത്, എനിക്ക് സെലക്ഷൻ അറിയാൻ പാടില്ലടാ, അപ്പൊ നീ എങ്ങനെയെങ്കിലും നല്ല സെലക്ഷൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയും. അപ്പൊ അവൻ പോയി മേടിച്ചോണ്ടുവരും. എനിക്ക് 10 പൈസ ചെലവില്ല, എനിക്ക് നല്ല ഡ്രസ്സിട്ട് നടക്കണം. നല്ല ടിപ്പ്. എനിക്കും മകനുണ്ടേ, നിങ്ങളാണ് ട്രെയിനിങ് തരുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു ഫാമിലി അറ്റാച്ച്മെന്റ്സ് ഞാനിത് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സിനിമയിൽ ഉടനീളം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മാണ്ടന്റെ ചേച്ചി മാണ്ടൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ, ചേച്ചി എന്റെ ചേച്ചിയുടെ പോലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങള് ഫാമിലി ആയിട്ടും വളരെ ക്ലോസ് ആണ്. ചേച്ചിയുടെ പ്രാർത്ഥന ഇപ്പോഴും മഹാറാണി നടക്കുമ്പോഴും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ മാണ്ടൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിനിമയിലുള്ള ഒരു ബന്ധമല്ല, ഏത് പ്രതിസന്ധിയാണ് തൊട്ടടുത്താണ് നിരീക്ഷണം. പിന്നെ ഇതിന്റെ ഹിരൺ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ. ഞാൻ ഷൂട്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹിരണാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മനസ്സിലാക്കിയത്. ഞാൻ എന്തോ മാർത്താണ്ഡ കൂടെ നിന്ന് ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് ഹിരണ്ണെ തോന്നിയത്. അത്രയും ഈ പറയുന്ന കൂടുതൽ പറയാനില്ല ഹിരണ്ണെ കുറിച്ചിട്ട്. ഒന്ന് എനിക്ക് പറയണമെന്നുള്ളതുകൊണ്ടാണ് വീണ്ടും എടുത്തത്. ഓക്കെ, താങ്ക് യു. ഞാനും കണ്ണൂരുകാരിയാണ് സാർ, ഞാനും കണ്ണൂരുകാരിയാണ്. അപ്പൊ എന്റെ ബ്രദറായിരുന്നു അവിടെ നീലേശ്വരത്തിലുള്ള കാസർഗോഡൊക്കെയുള്ള DYSP. അപ്പൊ സാറിന് അറിയുന്ന ആളായിരിക്കും. ഞാൻ പറയാൻ പറഞ്ഞത് ഹിരൺ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. താങ്ക് യു ഹിരൺ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Thank you so much.